പ്രിയമുള്ള പ്രേക്ഷകരെ, നമസ്തേ. നാം ചർച്ച ചെയ്യുന്നു വാരഫലം. വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുന്നത് 1201 ധനുമാസം 24-ാം തീയതി മുതൽ ധനുമാസം 30-ാം തീയതി വരെയുള്ള, ജനുവരി 8-ാം തീയതി മുതൽ 14-ാം തീയതി വരെയുള്ള ഒരു വാരക്കാലത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. ഇവിടെ ഒരു പ്രത്യേകത, ജനുവരി 14-ാം തീയതി, അതായത് ധനുമാസം 30-ാം തീയതി ബുധനാഴ്ച ഉച്ചയ്ക്ക് 2:30 സൂര്യൻ മകരത്തിലേക്ക് സംക്രമിക്കുകയാണ്. ഉത്തരായനകാലം ആരംഭിക്കുകയാണ്. ഉത്തരായണം. സൂര്യൻ ഇനി അങ്ങോട്ടേക്ക് മകരം 1-ാം തീയതി മുതൽ, ദാറ്റ് മീൻസ് ധനുമാസം 30-ാം തീയതി ഉച്ചയ്ക്ക് 2 മണിയോടുകൂടി സൂര്യൻ മകരത്തിലേക്ക് പ്രവേശിക്കും. പിന്നെ അങ്ങോട്ടേക്ക് 6 മാസം ഉത്തരായന കാലമാണ്. സൂര്യൻ ഏറ്റവും ബലവാനായി നിൽക്കുന്ന സമയമാണ് ഉത്തരായന കാലം. സൂര്യൻ അങ്ങേയറ്റം അതിൻ്റെ പ്രചണ്ഡമായ കിരണങ്ങൾ നമ്മിലേക്ക് സന്നിവേശിപ്പിച്ചുകൊണ്ട് അന്തരീക്ഷം ആകെ എന്തായി മാറും? ചൂടോടുകൂടിയിരിക്കുന്ന ഒരു സമയമാണ്. സൂര്യാഘാതമൊക്കെ സംഭവിച്ച ആളുകൾ മരിക്കുന്ന കാഴ്ചകൾ പണ്ട് തമിഴ്നാട്ടിലും ആന്ധ്രയിലുമൊക്കെ നാം വായിക്കാറുണ്ട്. ഇന്ന് കേരളത്തിലും അപ്രകാരം തന്നെയാണ്. മീനമാസത്തിലാണ് സൂര്യൻ ഏറ്റവും ഉഷ്ണം അനുഭവിക്കുക. മീനമാസത്തിലെ സൂര്യൻ അതിൻ്റെ പ്രചണ്ഡ രശ്മികൾ വെച്ച് മനുഷ്യന് ശാരീരികമായ ക്ലേശങ്ങൾ ഉണ്ടാക്കും. അത് ഓരോ രാജ്യങ്ങളിലും അങ്ങനെയാണ്. മിഡിൽ ഈസ്റ്റിൽ എല്ലാ രാജ്യങ്ങളിലും അതിൻ്റെ ജൂൺ മാസം മുതൽ ആഗസ്റ്റ് മാസം വരെയുള്ള സമയമാണ്. അങ്ങേയറ്റം ചൂട്, മനുഷ്യൻ നടന്നു പോകാൻ പറ്റാത്ത രീതിയിലുള്ള ചൂട് അനുഭവിക്കുക മിഡിൽ ഈസ്റ്റിൽ ആ സമയത്താണ്. ഏതായാലും ഈ ഒരു വാരഫലം കഴിഞ്ഞ് പിന്നെ അങ്ങോട്ടേക്ക് വരികയാണ്. ഉത്തരായനം വരികയാണ്. മകരം 1 മുതൽ അങ്ങോട്ടേക്ക് ഉത്തരായനം വരും. ഉത്തരായനം വളരെ സൂര്യന് പ്രാധാന്യമുള്ളതുകൊണ്ട് വ്യക്തികളുടെ ആത്മപ്രഭാവത്തിനൊക്കെ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കപ്പെടുന്ന 6 മാസങ്ങളാണ് പിന്നെ അങ്ങോട്ടേക്ക് വരുന്നത്. ഈ ഉത്തരായന കാലത്താണ് സൂര്യൻ അതിൻ്റെ അങ്ങേയറ്റം 10-ാം ഉദയം, മേടമാസം മുതലുള്ള സമയമൊക്കെ സൂര്യൻ ഏറ്റവും പവർഫുള്ളായി വരുന്ന മാസം. ഏതായാലും വാരഫലത്തിൽ നാം ചർച്ച ചെയ്യുമ്പോൾ ഇവിടെ നമുക്ക് ഈ ഒരു വാരത്തിൽ നാം ചർച്ച ചെയ്യുന്ന സമയത്ത് ഗ്രഹങ്ങളുടെ പൊസിഷൻ നമുക്ക് ചിന്തിക്കാം. പൂരം നക്ഷത്രത്തിലാണ് ഈ ഒരു വാരം തുടങ്ങുന്നത്, വ്യാഴാഴ്ച. ഇവിടെ മേടത്തിലും ഇടവത്തിലും ഗ്രഹങ്ങളില്ല. മിഥുനത്തിൽ വ്യാഴമാണ്, ചിങ്ങത്തിൽ കേതു, ചന്ദ്രൻ, ധനുവിലാണ് മറ്റെല്ലാ ഗ്രഹങ്ങളും, സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. പിന്നീട് കുംഭത്തിൽ രാഹു, മീനത്തിൽ ശനിയും. ഏതായാലും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് നമുക്ക് ഓരോ രാശിയിലെയും ഗ്രഹനില എപ്രകാരമാണ് മേടൻ രാശി മുതൽ മീനം രാശി വരെ ഉള്ളത് എന്നാണ് നാം ഈ വാരത്തിൽ ചർച്ച ചെയ്യുന്നത്. ശ്രദ്ധിക്കുക. പുണർദം നക്ഷത്രത്തിൻ്റെ അവസാനത്തെ 15 നാഴിക പൂയം, ആയില്യം നക്ഷത്രങ്ങൾ വരുന്ന 2 നക്ഷത്ര സമൂഹം. ഇവിടെ കർക്കിടക രാശിക്കാർക്ക് രാശിയിൽ ഗ്രഹങ്ങളില്ല. 2-ൽ ചന്ദ്രനാണ് കേതുവോടുകൂടെ. 6-ാം ഭാവത്തിൽ ധനുവിലാണ് സൂര്യൻ, ചൊവ്വ, ബുധൻ, ശുക്രൻ. അഷ്ടമത്തിൽ രാഹു, 9-ാം ഭാവത്തിൽ ശനി, 12-ൽ വ്യാഴം. ഇവിടെ കർക്കിടക രാശിയുടെ അധിപനായ ഗ്രഹം ചന്ദ്രൻ 2-ാം ഭാവത്തിൽ നിൽക്കുന്നു. ഹിമാംശോ വസുസ്ഥാനകെ ധാന്യലാഭ ശരീരേതി സൗഖ്യം വിലാസോങ്കനാനാം കുടുംബേ രതി ജായതേ തത്സതുച്ഛ വശം ദർശനയാതി ദേവാംഗനാം. ദേവസ്ത്രീകൾ തൻ്റെ അടുത്ത് വരും. കുടുംബത്തിനോട് താല്പര്യം കുറയുക. യാത്രയിൽ പലപ്പോഴും സ്ത്രീകൾ തന്നെ സ്വാധീനിക്കുന്ന അവസ്ഥ ഉണ്ടാവുക. പലപ്പോഴും 12-ലെ വ്യാഴമാണ്. കലഹ, ചില മൂർഖ സ്വഭാവങ്ങൾ കാണിക്കുക. പലപ്പോഴും കുടുംബവുമായി വേർപിരിഞ്ഞ് ദൂരത്തേക്ക് പോവുക. അല്ലെങ്കിൽ കുടുംബത്തിനോട് താല്പര്യം കുറഞ്ഞ് ആ ഭാഗത്ത് ചിന്തിക്കുകയില്ല. ചില സൗഹൃദങ്ങളൊക്കെ വരും. അതിനു വേണ്ട ധൈര്യം, വളരെയധികം ധൈര്യം പ്രകടിപ്പിക്കും. ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ, നിക്ഷേപത്തിൻ്റെ ഭാരമേ അല്ല ഈ ഒരു ആഴ്ചക്കാലം. യശക്കീദൃശേ സത്വയെ സാഭിമാനി. താൻ അഭിമാനത്തോടു കൂടി ചെലവഴിച്ചാലും തനിക്ക് പേരും ഉണ്ടാവില്ല, പ്രശസ്തിയും ഉണ്ടാവില്ല. ധനം കൊടുക്കണമെങ്കിൽ ദാനം കൊടുക്കുക, അല്ലാതെ തൻ്റെ പേര് വരാൻ വേണ്ടി ചെയ്യുന്നതെല്ലാം തന്നെ വിഫലമാവും. മതി കീദൃശി വഞ്ചനാജയത് പരേഷാം. താൻ ചെയ്യുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് മറ്റുള്ളവർ പറ്റിക്കും, വഞ്ചിക്കും, ചതിക്കപ്പെടും. ആരെങ്കിലും തന്നെ എന്ത് ചെയ്യും? പ്രലോഭിപ്പിച്ച് ഇവിടെയുമൊക്കെ ഇൻവെസ്റ്റ് ചെയ്യും, ഷെയർ മാർക്കറ്റിലൊക്കെ. അവസാനം നോക്കുമ്പോൾ ആ ഷെയറിന് വളരെ ഡൗൺ ആകും. അങ്ങനെ താനും ഡൗൺ ആകുന്നൊരവസ്ഥ വരും. ഒരുപക്ഷെ ആ ഷെയറിനൊരു മൂല്യം പൊന്തി വരാൻ വർഷങ്ങൾ എടുക്കേണ്ടി വരും. അതിനാൽ ഈ ഒരു ഭാരം ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ വളരെ ശ്രദ്ധിക്കണം. വിധി കീർത്തിച്ച അർത്ഥനാശം ചെയ്യാനാ. ധനം നശിച്ചാൽ പിന്നെ ഉറങ്ങാൻ കഴിയില്ല. അത് ചിന്തിച്ച് ഉറങ്ങാതെയിരിക്കും. അങ്ങനെ ധാരാളം പ്രയാസങ്ങൾ 12-ലെ വ്യാഴം സമ്മാനിക്കും. അതിനാൽ ജാഗ്രത പാലിക്കണം കർക്കിടകൻ രാശിക്കാർ. പല കാര്യങ്ങളിലും എടുത്തുചാട്ടം വരും. ശത്രുക്കളെ നശിപ്പിക്കാൻ പറ്റിയ വാരമാണ്. പക്ഷേ അവിടെ നശിപ്പിക്കുമ്പോഴും തൻ്റെ ബുദ്ധി ഉപയോഗിച്ച് വേണം മാത്രം കളിക്കാൻ.
₹1 ചെലവഴിക്കേണ്ടതിന് പകരം തൻ്റെ അഭിമാനം സംരക്ഷിക്കാൻ ₹100 ചെലവഴിച്ചുകൊണ്ട് കാര്യമില്ല എന്നറിയുക കർക്കിടകം രാശിക്കാർ. ഗ്രഹങ്ങളൊക്കെ 6-ാം ഭാവത്തിൽ നിൽക്കുന്നുണ്ട്. പലപ്പോഴും ഭൂമിപരമായ വിഷയത്തിലൊക്കെ പൂർവികമായി സ്വത്ത് നഷ്ടപ്പെടുക, അല്ലെങ്കിൽ അതിർത്തി തർക്കങ്ങൾ വരിക, സഹോദരങ്ങളുമായി വലിയ തർക്കങ്ങൾ ഭൂമി വിഷയത്തിൽ വരിക, ഇതിനൊക്കെ വലിയ പ്രശ്നങ്ങൾ വരേണ്ടുന്ന സമയമാണ്. കോടതിയിലും പോലീസ് സ്റ്റേഷനിലും പോകേണ്ടി വരും. പ്രകോപിതനായി ആയുധങ്ങൾ ഉപയോഗിക്കുക, സഹോദരങ്ങളൊക്കെ വെല്ലുവിളി നടത്തുക, ഇങ്ങനെയുള്ള ധാരാളം പ്രയാസങ്ങൾ വരുന്ന വാരമാണ്. നിയന്ത്രണം പാലിച്ചാൽ ഈ ഒരു വാരം വളരെ നല്ലതാണ്. പെട്ടെന്ന് രേഖാപരമായ ഒരു വിഷയത്തിലും സൈൻ ചെയ്യണമെങ്കിൽ ശരി, ഒരു 10 ദിവസം കഴിയട്ടെ എന്ന് പറയുക, എന്നിട്ട് കാര്യങ്ങൾ നീക്കുക. ആ സമയത്താണ് കൂടുതൽ നന്നാവുക. കാരണം ഈ ഒരു വാരത്തിൻ്റെ അവസാനമാകുമ്പോഴേക്കും കർക്കിടകൻ രാശിയുടെ അധിപനായ ഗ്രഹം ചന്ദ്രൻ ഇപ്പോൾ നീചത്തിലേക്കാണ് പോകുന്നത്. അത് അതിനീചത്തിൽ കർക്കിടകത്തിലേക്ക് പോകും. കൂടുതൽ ബുദ്ധിമുട്ടുകൾ വാരാന്ത്യത്തിൽ വരും. അതിനാൽ ഇനി എന്ത് പ്രവർത്തനമുണ്ടെങ്കിലും ഉത്തരായനം തുടങ്ങിയതിന് ശേഷം മാത്രം, ജനുവരി 15 ശേഷം മാത്രം നല്ല തീരുമാനങ്ങളിലേക്ക് നയിക്കുന്നതാണ് കർക്കിടക രാശിക്കാർക്ക് അഭിലഷണീയമെന്ന് ഓർമ്മിപ്പിക്കുന്നു. ഇവിടെ ശത്രു തനിക്ക് ധാരാളം ഉണ്ടാകും. തനിക്ക് ശത്രു ഉണ്ടാവാൻ പാടില്ല. അതിനാൽ ശത്രുമുട്ടി ചെയ്യുക, ശത്രുസമാരെ കുരുതി ചെയ്യുക. ഇവിടെ നിർബന്ധമായും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല പാൽപ്പായസം കർക്കിടക രാശിക്കാർ ചെയ്യുക അനുകൂലമായി തീരുന്നതാണ്. നമസ്തേ.